NH-66 സൈഡിലെ ഈ കോൺക്രീറ്റ് കല്ലുകളാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഒരു ലോക്കിട്ട് സൈഡേക്ക് തള്ളിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തൊരു ലോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ഇളകിപ്പോയാലുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീണ്ടും മഴ വന്ന് ഇനി 8ൻ്റെ പണി വരുമോ എന്നുള്ളത് അറിയില്ല. ഇതാ നിങ്ങൾ നോക്ക്, ആ ഏറ്റവും മുകളിൽ കാണുന്ന ആ ടോപ്പിൽ കാണുന്നതാണ് ഏറ്റവും പേടിക്കേണ്ടത്. നമ്മളെ വണ്ടിയൊക്കെ സ്ലോയിൽ പോകുമ്പം ഇത് വീണ് കളയുമെന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു കാര്യം. ഇതാ ഇവിടെയൊന്നും പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാ മണ്ണൊക്കെ ഇതാ ഇടിച്ചിട്ട് ഇതാ അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. ഇതടുത്ത കൊല്ലമാവുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. റോഡിൻ്റെ അവസ്ഥ നോക്കിയാട്ടെ നിങ്ങൾ. അതായത് ആ വണ്ടി പോകുന്ന റോഡ് നോക്ക്, അവിടെയൊക്കെ കുഴിയുണ്ടായതാണ്, തൽക്കാലത്തേക്ക് അടച്ചു വിട്ടുപോയതാണ്. എല്ലാ വണ്ടീൻ്റെ സസ്പെൻഷൻ കേടാവാനും വണ്ടിക്കെല്ലാം പുതിയ വണ്ടിയൊക്കെ എടുത്ത് പണി കിട്ടാനൊക്കെ നല്ല എന്നാ പറയണ്ടേ, അത്രയും വളരെ മോശം അവസ്ഥയാണ്. അതാ ബസ്സൊക്കെ പോകുന്നുണ്ടോ, എല്ലാ വണ്ടിക്കും നല്ല 8ൻ്റെ പണി വരുന്നതാണ് ഈ റോഡ്. ഇപ്പോഴാണ് ഇതാ ഈ റോഡൊക്കെ ഒന്ന് റെഡിയാക്കിയത്. എല്ലാ വണ്ടികളും ഇതിൽ നിന്ന് സ്ലോ ആയിട്ടേ പോകാൻ പറ്റൂ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഏറ്റവും സ്ലോ അടിച്ചിട്ട് പോകണ്ട. അപ്പോൾ എന്ന് വെച്ചാൽ മുകളിലത്തെ കല്ലും ഭീഷണിയാണ്. ഈ കാണുന്ന കല്ലാണ് ഏറ്റവും കൂടുതലുള്ള ഭീഷണി. ഇതൊക്കെ എങ്ങനെയാണ് ആ ക്ലിപ്പ്, ഇതൊക്കെ ആ ഒരു എന്നാ പറയണ്ട, ഒക്കെ മുകളിലിങ്ങനെ ബ്രിക്സ് എടുത്ത് വെച്ച പോലെ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മരക്കട്ട കൊണ്ടായിട്ട് സ്റ്റോക്കാക്കി വെച്ചതാണ്. മഴ കൊണ്ട് ഇളകിപ്പോകുമോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പം നമുക്ക് കൂടുതലുള്ളത്.